നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ടീമിനെ കൊണ്ടും സാധിക്കില്ല. അപ്പോൾ നല്ലൊരു ടീം പ്ലെയർ ആവാൻ നിങ്ങൾക്ക് അടുത്ത വേണ്ട ഒരു ക്വാളിറ്റിയാണ് കോമ്പിറ്റൻസി. അതായത് കഴിവുള്ളവരായിരിക്കണം, സമർത്ഥരായിരിക്കണം. കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊന്നുമല്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരു ടാസ്ക് കിട്ടിയാൽ അത് നല്ല വൃത്തിക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ റിലേ ഓടുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതിനകത്ത് ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രം എപ്പോഴും ബാറ്റൻ താഴെ വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ടീമിനെ സ്ലോ ആക്കും. ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്കൊരു ടാസ്ക് കിട്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പം നല്ല കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ടീം പ്ലെയർ ആവാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നോ വാട്ട് യു ആർ ഡൂയിങ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങളുടെ ഡ്യൂട്ടീസ്, നിങ്ങളുടെ വർക്ക് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനകത്ത് നിങ്ങൾ ഫോക്കസ്ഡ് ആവണം. 2, കീപ് ഇംപ്രൂവിങ്. എപ്പോഴും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ വളരാനും വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കുക, പുതിയ സ്കില്ലുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുക. എല്ലാം ഒന്നും അറിഞ്ഞോളണമെന്നൊന്നുമില്ല, അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് വർക്കാണ്, ഹാർഡ് വർക്ക് അല്ല. അതായത് പ്രോആക്റ്റീവായിട്ട് എപ്പോൾ എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളത് തിരിച്ചറിയാനും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ടീമിന് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ആക്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. 4ാമത്തെ കാര്യം മിഷൻ ഫോക്കസ്ഡ് ആയിരിക്കണം. ആക്ടിവിറ്റിയിലല്ല, റിസൾട്ടിലായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് നല്ല ഭംഗിയിൽ, നിങ്ങളുടെ റോൾസ് നിങ്ങൾ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ടീം പ്ലേയേഴ്സ് അവരുടെ വർക്ക് നന്നായിട്ട് ചെയ്യും. ഇത് നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കും. സോ ബി എ കോമ്പിറ്റൻറ്റ് ടീം പ്ലെയർ ആൻഡ് ഡു ഫോളോ സിക്സ്.